ഇതില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഒരു വ്യക്തി അധിക്ഷേപങ്ങൾക്ക് ഒട്ടും കുറവില്ല എന്നുള്ളതാണ് നമ്മൾ എല്ലാ കാലത്തും കണ്ടത്. അപ്പോൾ ഇത്തവണ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ടി.എം. തോമസ് ഐസക്കിന്റെ രമേശ് പിഷാരടിക്കെതിരായിട്ടുള്ള ആ കോമാളി പരാമർശം. അത് ഒരുപക്ഷെ അവസാനിപ്പിച്ചു. ഇനി ഞാൻ ആ കളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് രമേശ് പിഷാരടി. പക്ഷേ സിനിമാ ലോകത്തുള്ള മറ്റാളുകളൊക്കെ ഇപ്പോഴും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ടത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞത് സലീം കുമാറാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ പ്രചാരണ പരിപാടിക്ക് പോയപ്പോഴാണ് അങ്ങനെ ഒന്ന് പറഞ്ഞത്. അതായത് കലാകാരന്മാർ രൂപം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ കലാകാരന്മാരെ ആക്ഷേപിക്കുകയാണെന്നാണ് നടൻ സലീം കുമാർ പറയുന്നത്. CPIM നിർത്തിയ കലാകാരന്മാരായ സ്ഥാനാർത്ഥികളെ കോമാളികളാണോ എന്നും സലീം കുമാർ ചോദിച്ചു. ഇടതുപക്ഷത്തിന്റെ പരസ്യവാചകം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. VD സതീശന്റെ ഭൂരിപക്ഷം ഇത്തവണ ഇരട്ടിയാകുമെന്നും സലീം കുമാർ 24 പറഞ്ഞു. വർഷങ്ങളായി VD സതീശന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് നടൻ സലീം കുമാറാണ്. സലീമിന്റെ ഒപ്പം നമ്മോടൊപ്പം ചേരുകയാണ്. സലീമേട്ട, ഇത്തവണയും അങ്ങ് തന്നെയാണ് VD സതീശന്റെ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. എന്താണ് പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ്. നല്ല വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സതീശൻ ജയിക്കുമെന്ന് പറയാൻ ഉറപ്പായി. എനിക്ക് മാത്രമല്ല, പറവൂർക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴേ VD സതീശൻ വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരിക്കുകയാണ്. ഇനി ഇലക്ഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഈ നമ്മുടെ നടൻ പിഷാരടിക്കെതിരായിട്ട് CPMന്റെ ഭാഗത്തു നിന്നും മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും സൈബർ അടുത്തും വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു നടൻ ഇതിൽ അതിനെ എങ്ങനെ നോക്കിക്കാണും? അല്ല, ഈ CPMകാരും നിർത്തിയിട്ടുണ്ടല്ലോ കലാകാരന്മാരാ. ഇന്നസെന്റ് ചേട്ടൻ അദ്ദേഹം കോമഡി ചെയ്തിരുന്ന ആളാണ്. ഞാനൊക്കെ വളരെ ബഹുമാനിക്കുന്ന നടനായിരുന്നു. അദ്ദേഹം കോമളിയായിരുന്നു. മുകേഷ് കോമഡി വേഷങ്ങൾ ചെയ്തു തന്ന ആളാണ്. മുകേഷ് ചേട്ടൻ അദ്ദേഹം കോമാളിയായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് നിർത്തിയ സുധീർ കരമന. അപ്പൊ ഇവര് നിർത്തുമ്പോഴൊന്നും ഇത് ബാധകമല്ലേ ഇത്? പിന്നെ ഒരു കലാകാരനെ കോമാളി എന്നൊന്നും ഒരിക്കലും വിളിക്കരുത്. കലാകാരൻ എന്നല്ല ആരെയും. കാരണം അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വെച്ചാൽ കലാകാരന്മാർ ഉണ്ടാക്കിയ പാർട്ടിയാണ്. ആ കലാകാരന്മാരെ തന്നെ ആക്ഷേപിക്കുകയാണ് അതിലൂടെ. ഷാരടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു കലാകാരനാണ്. ഇപ്പോൾ നിങ്ങളൊരു കലാകാരനാണ്. അപ്പോൾ ജീവിക്കാൻ വേണ്ടി അങ്ങനെ ആ തൊഴിൽ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ അദ്ദേഹത്തെ പോലത്തുള്ള ഒരു നേതാവൊക്കെ അങ്ങനെ അദ്ദേഹത്തിന്റെ അധപതനമാണ് അത് തെളിവാക്കുന്നത്. കലാകാരന്മാരുടെ ഇടയിൽ സധൈര്യത്തോടു കൂടി ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ പല വേദികളിലും അങ്ങ് പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിലൊരു അഭിമാനം കൊള്ളുന്ന ആളാണ്. തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോഴും അഭിമാനമുണ്ട് അതിനകത്ത്. അന്ന് പറയുമ്പോഴും അഭിമാനമുണ്ട് കോൺഗ്രസ്സുകാരനാണെന്ന്. പണ്ടൊരു കാര്യമുണ്ട്, കലാകാരൻ ആണെങ്കിൽ ഇടതുപക്ഷം ആവണമെന്ന് ഒരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആവൂലെന്നുള്ളത്. പക്ഷെ ആ സമയത്താണ് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയണം. എനിക്ക് അതിനുള്ള ധൈര്യവും ചങ്കൂറ്റമുണ്ട്. ഇത്തവണ ഇടതുപക്ഷത്തിന്റെ പരസ്യവാചകം മറ്റാരുണ്ടെന്നാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതൊരു വെല്ലുവിളിയല്ലേ? ജനങ്ങളുള്ള വെല്ലുവിളി. മറ്റാരുണ്ടാ? അതാണ് ഞങ്ങളല്ലാതെ എന്ന് ചോദിക്കണം. അത് വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിക്കൊക്കെ മറുപടി അവർ കൊടുത്തോളൂ. VD സതീശൻ ഇത്തവണ 22,000 മുകളിലേക്ക് വരും. തീർച്ചയായിട്ടും അത് ഓരോ വർഷവും ഡബിളായി വരെയാണ്. ഈ തവണ ഡബിളാവും, യാതൊരു സംശയമില്ല. അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നത് VD സതീശൻ ഇത്തവണ 22,000 മുകളിലേക്ക് അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉയർത്തി വൻ വിജയത്തിൽ പറവൂരിൽ അദ്ദേഹം വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് നടൻ സലീം കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.